ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് ഇങ്ങനെ ചെയ്തല്ലേ പറ്റൂ. അതിനുവേണ്ടി ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കണം. ഗാഥ ഫോട്ടോഷൂട്ടിന് നിൽക്കല്ലേ, പിന്നെ സിനി ആരോടെ സംസാരിക്കുന്ന? വിട ഗാഥ മാഡം, വിട. സാറേ, നവീൻ, സാറേ, നവീൻ. അയ്യോ, സാറേ, ഇതെന്ത് പറ്റി? എന്താ പറ്റിയേ? ഇതുവഴി ഇപ്പൊ ആരെങ്കിലും പോയായിരുന്നോ? ഇല്ല സാർ. ആരോ എന്നെ പുറകിൽ നിന്ന് ഇപ്പൊ തള്ളിയതുപോലെ. അയ്യോ, കൈ മുറിഞ്ഞല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ നവീന് പരിക്ക് പറ്റിയത്? അവൾ എനിക്ക് പകരമായിട്ട് അഭിനയിക്കാൻ വന്നതല്ലേ, അല്ലാതെ അവളുടെ മാരേജിന്റെ ഫോട്ടോഷൂട്ട് ഒന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഗാഥ മാഡം, മാഡം ഈ നിമിഷം ഇവിടുന്ന് തിരിച്ചു പോണം. മാഡം, മാഡം ഒന്ന് പോ. അതെന്താ സാറേ അവിടെ ഒരു ശബ്ദം? തവാ നോക്കാം. എന്താ സിനി ചേച്ചി, എന്താ ഒരു ശബ്ദം കേട്ടത്? അത് എന്റെ കാലിലൊരു മുള്ളുണ്ട്, അതുകൊണ്ട് ഞാൻ അറിയാതെ ശബ്ദം ഉണ്ടാക്കി പോയതാ. ഓ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്നിട്ട് എന്നാങ്കിലും പറ്റിയോ? ഇല്ല, അപ്പൊ നല്ല വേദനയുണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ. മൊത്തത്തില് മുറിവാണല്ലോ സാറേ. സിനിയുടെ കാലിൽ മുള്ളുണ്ടു, സാറിന്റെ കയ്യിൽ പരിക്ക് പറ്റി. നവീൻ എന്താ പറ്റിയേ? ഏയ്, പ്രോബ്ലം ഒന്നുമില്ല. എന്നാ പിന്നെ ഫോട്ടോഷൂട്ട് നടക്കട്ടെ. പാടും. അതെ മാണിക്കുഞ്ഞെ, ആ വെള്ളം നിങ്ങടുത്തെ. ആ കൈങ്ങ് തന്നെ. എന്തിനാ നവീന്റെ മുറിവ് നോക്കുന്നേ? അതിന് ഞാനില്ലേ ഇവിടെ? നമുക്ക് ഇങ്ങനെ ചെയ്തല്ലേ പറ്റൂ. അതിനുവേണ്ടി ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കണം. ഗാഥ ഫോട്ടോഷൂട്ടിന് നിൽക്കല്ലേ, പിന്നെ സിനി ആരോടെ സംസാരിക്കുന്ന? അയ്യോ നവീൻ, ഫോട്ടോഷൂട്ട് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോയേക്കാം. ഏയ്, ഇതിന്റെ പേരില് ഫോട്ടോഷൂട്ട് ഒന്നും മുടക്കണ്ട. സാർ, പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഏയ്, ഇറ്റ്സ് ഓക്കെ. മാഡം ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. അടുത്തത് നമുക്ക് പുതിയ ഡ്രസ്സിലെടുക്കാം. കഥ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല.
താൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. പൊക്കോളൂ മാഡം, നവീൻ സാറിനെ നോക്കാൻ ഞാനില്ലേ? ഇത്രയും കാലം ഞാനല്ലേ നോക്കിയിരുന്നത്. കൃഷ്ണയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഞാൻ പോയി ഹെൽപ്പ് ചെയ്യട്ടെ? പോവാനും ഒരുക്കാനൊന്നും നിക്കണ്ട, അല്ലാതുള്ള ഭംഗിയൊക്കെ മതി. ഗാഥാ മാഡം, അവള് ഗാഥാ മാഡത്തിന് പകരമായിട്ടാ നിൽക്കുന്നത്. അപ്പൊ പിന്നെ നന്നായിട്ട് ഒരുങ്ങണ്ടേ? എനിക്ക് ഈ ഒരുക്കൊക്കെ മതി. ദേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിന്നാലേ അവസാനം എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഇവിടെ വെച്ചങ്ങ് തീർക്കും. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന മുറിയിലേക്ക് ആരും വരാതെ സിനിച്ചിച്ച് നോക്കിക്കോണം. എനിക്ക് അവളെ ഒന്ന് കാണണം. ഗാഥാ മാഡം, അബദ്ധം ഒന്നും കാണിക്കല്ലേ. എനിക്ക് അവളോട് കുറച്ച് സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ നിന്നാ മതി, കേട്ടല്ലോ? പിടിക്കപ്പെട്ടു കഴിഞ്ഞാ ചതിക്കാണെന്ന് മനസ്സിലാക്കി ഗാഥയെ പിന്നെ നവീൻ അടുപ്പിക്കത്തില്ല. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? അതെ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവളിപ്പോ ആ മുറിയിലേക്ക് വരും. ഓക്കെ മാഡം. അവള് തനിച്ചായിരിക്കും വരുന്നത്. ഇതുപോലൊരു അവസരം ഇനി കിട്ടാനില്ല. പിടിച്ചു കെട്ടിക്കൊണ്ടു പോയി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. ചത്തൊന്ന് ഉറപ്പാക്കിയതിനു ശേഷം എന്നെ വിളിച്ചാ മതി. ശരി മാഡം. മാഡത്തിനും മാഡത്തിന്റെ മകൾക്കും ഇനി അവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഗാഥാ ശ്രീനിവാസ്, സിത്താര ശ്രീനിവാസിന്റെ മകൾ. എനിക്കും എന്റെ മകൾക്ക് ഒരു ശല്യമായി വരാൻ തോന്നിയത് അവളുടെ വിധി. അവളിപ്പോ വരും. നിങ്ങൾ റെഡിയായി നിന്നോണം. ഞാനിവിടുന്ന് പോയേക്കാം. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാ. ഓക്കെ മാഡം.